അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച ആ ഒരു സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് അതിൽ അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ മന്ത്രിമാർ ഭൂരിപക്ഷവും മുജാഹിദ് ആശയക്കാരാണ് എന്ന് പറഞ്ഞ് അതിൽ സമസ്തക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞ് സയ്യിദുൽ ഉലമയുടെ ഫോട്ടോ വെച്ച് വ്യാജ പ്രചരണം നടത്തി വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് സയ്യിദുൽ ഉലമ തന്നെ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അത് ചെയ്തത് ഒരു പണ്ഡിത വേഷധാരിയാണ് എന്ന് സയ്യിദുൽ ഉലമ പറയുന്നുണ്ട്. അതാരാണ് എന്നുള്ളത് അന്നം കഴിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി അറിയാം. ആരാണ്? പാർട്ടിയെയും പ്രസ്ഥാനത്തെയും രണ്ട് തട്ടിലാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു പണിയെടുക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമാണ്. അതിൽപ്പെട്ട ആളാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിന് കൃത്യമായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തന്നെ മറുപടി പറയാം. മറുപടി പറയുന്നത് എന്താണ്? മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നത് സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കൃത്യമായ കാര്യങ്ങൾ സയ്യിദുൽ ഉലമ തന്നെ പറയുകയാണ്. ഇതേ നിങ്ങൾക്ക് ആളെ തിരിഞ്ഞിട്ടില്ല. എപ്പോഴും സയ്യിദുൽ ഉലമ ആരാണ് എന്താണ് എന്ന് കാലക്രമേണ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കൊണ്ടുകേയിരിക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾ കരുതിയ ആളല്ല മക്കളെ, ഇത് വിട്ടുപിടിച്ചോളിയും. ഇതുമൊക്കെ നിങ്ങൾ വല്ലാതെ കളിച്ചാൻ വരണ്ട. അത് നിങ്ങൾ നാശത്തേക്കേ എത്തുള്ളൂ. സമസ്തനെയും അതിന്റെ പ്രസിഡന്റിനെയും ഓങ്കെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുമ്പോൾ പടച്ചോനറിയാം ഇത് ഏതാ പ്രസ്ഥാനം എന്നുള്ളത്. അതിനെതിരെ കളിക്കണോലെ തന്നെ മാനം കൊടും, മുഖം കെടും, സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടും. അത് തീർച്ചയാണ്. സയ്യിദുൽ ഉലമ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ തന്നെ ഏതോ ഒരു ചാനലിൽ ഒരു വാർത്ത, പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിലെ അധികം പിന്നെ മുജാഹിദുകളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവർക്ക് മന്ത്രി ഒരു പാർട്ടിക്ക് മന്ത്രി നിശ്ചയിക്കാൻ വേണമെങ്കിൽ നമുക്കല്ലല്ലോ. അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ പോലെ നമ്മേ പണിയെ ചോദിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. രാഷ്ട്രീയ അവരാരെയാണ് മന്ത്രിയാക്കേണ്ടത്? ഓരോ പാർട്ടിക്കാർ. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ മന്ത്രിയാവാൻ ആവശ്യമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയുമെന്ന് ചോദിച്ചാലുണ്ടാവും. പക്ഷെ നമ്മളതും പറയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമാവുന്ന കാര്യങ്ങളിൽ അതിൽ ഇടപെടുകയും ആരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാവേണ്ടത് എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് 63 ആളുണ്ട് ഇവരൊക്കെ അതിന് പറ്റുന്നവരാണ് കോൺഗ്രസ്. അതിന് ആരും ആവാം. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡൽഹിയിൽ പോകണമെന്ന് ചോദിച്ചു. ഇവിടെ എൻ്റെ അവിടെ വീട്ടിൽ വന്നാൽ മതി. ഡൽഹി പോയിക്കാണ്ട് അവിടെ കുറേ പ്ലെയിനും മറ്റും പൈസ ചിലവാക്കി. അപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ പണ്ഡിതന്മാരായി പുറത്തിറക്കിയാൽ പറ്റും. പല ചാനൽ കൂടിയും അത് പിന്നെ തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കും. ആരെ പേരിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പല എന്തിനാ മൂപ്പർക്ക് അത് പറയേണ്ട ആവശ്യമുണ്ട്, മൂപ്പരിൻ്റെ അത് പറയാൻ അങ്ങനെ നമ്മൾക്ക് ആരും ഇവിടെ അവിടെ സുന്നത്ത് ജമാഅത്ത് നടത്താൻ വേണ്ടിയല്ലല്ലോ മന്ത്രിനെ തിരഞ്ഞെടുക്കുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ നടത്തിപ്പിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളത് അവർ ചെയ്തു തരണം. അത് ചെയ്തിരുന്നില്ലെങ്കിൽ അപ്പം അതിനുള്ള പരിഹാരം നമ്മൾ കാണുകയും ചെയ്യും. അത് വേറെ. അപ്പോൾ അതാണ് അവരെ പണി. അല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ മുജാഹിദായി നീ പിന്നെ വേറെ വല്ല മതക്കാരനായി നീ മതമില്ലാത്തവനായി അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു, ഇന്ന ജനങ്ങളിടയിൽ അത് പറയുമ്പോൾ അതിന് വെറുപ്പുള്ള ചില ആളുകളുണ്ടാവുമല്ലോ, അവരിടയിൽ നമ്മളെ തരം താഴ്ത്തപ്പെടാൻ വേണ്ടി അങ്ങനത്തതായ ചില ന്യൂസ്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊടുത്ത ആളെ പേര് നമുക്ക് കിട്ടി. ഇന്ന ആളാണ് കൊടുത്തിട്ടുള്ളത്. അവൻ എന്തോ ഒരു ബിരുദധാരിയാണെന്നാണ് പറയുന്നത്.